ഹായ് ഡിയേഴ്സ്, ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഭയങ്കരമായിട്ട് വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സെക്ഷനിലത്തെ വീഡിയോ അല്ല നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഷോപ്പാണ്. പിന്നെ എന്നും പറയും നമ്മളത് എടപ്പാൾ നടുവട്ടത്തുണ്ട് നമ്മുടെ ഷോപ്പ്. അത് എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ മൊത്തം കാണിക്കല്ലേ. അപ്പോൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുത്തുമണീസ്, നമ്മൾ ഷോപ്പ് ഇതാ എടപ്പാള് നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് തൃശ്ശൂർ റോഡാണ് കേട്ടോ. തൃശ്ശൂർക്ക് പോണ റോഡാണ്. നേരെ വരുമ്പോൾ എടപ്പാൾ വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് എടപ്പാൾക്ക് പോണ റോഡ്. അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റിങ്സിൻ്റെ ടൈമിലാണ് ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് തിരക്ക് കുറഞ്ഞ ടൈമിൽ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ ഇവർ സെറ്റ് ചെയ്യുമ്പോൾ എടുക്കുക. അപ്പോൾ ഒരു കസ്റ്റമറും കൂടെ വന്നു, 2-3 കസ്റ്റമർ ഉള്ളിലുണ്ട്. ഭയങ്കര തിരക്കാണ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു വ്യൂ കേട്ടോ. കണ്ടില്ലേ, ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. പിന്നെ നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പ്രോയൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അടുത്തത് ഒരു ജിമ്മുണ്ട് കേട്ടോ. മേലപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമ്മളെ ജ്യോതിയുടെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. കേട്ടോ ജ്യോതി, നമ്മുടെ ഷോപ്പ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷോപ്പിലെ യൂണിഫോം കേട്ടോ. അപ്പോൾ ജ്യോതി ചിറ്റിയതാണ് നമ്മുടെ ഷോപ്പിലെ യൂണിഫോം. അപ്പം നമുക്കിതാ ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനുണ്ട്. ബാ. അപ്പം നമ്മുടെ ഷോപ്പിൽ ഇതാ കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം സജിനി. സജിനി ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ ഒരു ഹായ്. ആബിദുക്ക, പിന്നെ നമ്മുടെ നിസാർക്ക, ഷെഫിക്കാക്ക, നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ പിന്നെ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇവിടെ ആൻറ്റിക്കിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വരുന്നത്. ഇനിയും കുറേ സെറ്റിങ്സ് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ നോർമൽ ബ്രേസ്ലെറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സിമ്പിൾ ചെയിനുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. വെഡ്ഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട്. അതാ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ടൈമാണ് കേട്ടോ. എല്ലാവരും ഓരോ ജോലിയിലാണ്. നമ്മുടെ വെഡ്ഡിങ് കസ്റ്റമറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം അല്ലേ. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ജോലി നടക്കും. ഇവിടെ വന്നിട്ടിതാ നമ്മുടെ ദിനേട്ടനെ തന്നെ ആദ്യം കാണിക്കുക. ഇത് ദിനേട്ടനാണ്. ദിനേട്ട ഒരു ഹായ് പറഞ്ഞേ. നമ്മളെ ദിനേട്ടനാണ്. ഇവിടെ നമ്മുടെ എന്തൊക്കെയാണ്, ഡയമണ്ട് അങ്ങനെയുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. വാച്ചുകളുടെ സെക്ഷനാണ് ഇതുള്ളത്. പിന്നെതാ ഇങ്ങനെ സംഭവങ്ങളുണ്ട്. നമ്മുടെ 18-ൻ്റെ കളക്ഷനാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതാ നമ്മുടെ ബാസിലിവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ എല്ലാ സെലക്ഷനും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ പോയി. ഇതാണ് നമ്മൾ 18-ൻ്റെ സെക്ഷൻ കേട്ടോ. 18-ൽ നമുക്കിവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എല്ലാവരും അവൻ ഊരിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ റനീഷ്. ഇവിടെ എന്താ ഒരു വെഡ്ഡിങ്ങിൻ്റെ സെറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റനീഷ് ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ഇതെന്താണ് ഈ സെറ്റ്? 5 പവന്റെ സെറ്റ് ഉണ്ട്. അപ്പൊ റനീഷിനെ ഒന്ന് പരിചയപ്പെടുത്തി തരും. റനീഷ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കടാ. 5 പവന്റെ സെറ്റില് 4 വളകൾ വന്നിട്ടുണ്ട്. 2 നെക്ലേസ് കാര്യങ്ങളും വളകൾ 2 നെക്ലേസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 റിങ്, ഒരു കമ്മല്, ഒരു പാദസരം എല്ലാം അടങ്ങിയിട്ടുണ്ട് അല്ലേ. കണ്ടോ, വളകളാണ്. അത് നല്ല അടിപൊളിയിട്ട്. പിന്നെ മാല. അപ്പോൾ ഇത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാ അല്ലേ. അപ്പോൾ ഇവിടെ റാശി ഉണ്ടായിരുന്നല്ലോ. റാശിയുടെ പോയി. അപ്പോൾ മുത്തുമണീസ്, നമ്മളെ റാശി ഇവിടെ തിരക്കിലാണ് കേട്ടോ. കസ്റ്റമർ ഉണ്ട്, അതുകൊണ്ട് ഹായ് പറയാത്തത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ താഴോട്ട് വന്നാൽ നമ്മൾ ഓൾറെഡി എല്ലാ സ്റ്റാഫുകളും ഇന്ന് ഈ രാവിലെ തന്നെ കസ്റ്റമേഴ്സ് വന്നതുകൊണ്ട് തന്നെ തിരക്കിലാണ്. കാരണം നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബോസാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ നമ്മൾ മാനേജറൊക്കെ ഭയങ്കര ബിസിയാണ്. നമ്മൾ നിസാർക്ക, ഇത് നമ്മൾ ആബിദുക്ക, എല്ലാവരും കസ്റ്റമർ ഡീലിംഗ് ആണ്. അപ്പോൾ ഇത് വെഡ്ഡിങ് പാർട്ടിക്ക് നമ്മൾ ഇതുപോലെ ഡമ്മിയൊക്കെ വെച്ച് നെക്കിൽ വെച്ച് കാണിച്ചു കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു വലിയ ഡമ്മിയൊക്കെ വെച്ച് അതിലെല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു
കൊടുക്കും. അതുപോലെ തന്നെ ഓരോ ഓർണമെൻറ്റ്സിൻ്റെ മോഡലും ക്വാളിറ്റിയും എല്ലാം നമ്മൾ തൂക്കമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഷെഫീക്ക് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. എല്ലാവരും നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. നമ്മളെ നെസീക്കാണ് ഈ കസ്റ്റമർ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സ്റ്റാഫുകളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ മാറിപ്പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ച് വന്നു. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ബിസി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഞായറാഴ്ച നമുക്ക് വീഡിയോ ഇല്ലല്ലോ, തിങ്കളാഴ്ച നമുക്ക് പെരുന്നാളായതുകൊണ്ട് ഷോപ്പ് അവധിയും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഷോപ്പ് മൊത്തത്തിൽ കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു എന്താ പറയുക വീഡിയോക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാനുള്ള ആ ഒരു സന്തോഷം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വെഡ്ഡിങ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മോഡൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ, നമ്മൾ ഈ വന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് എടുത്തതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും നമ്മുടെ ചാനൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ കളക്ഷനാണ് നമ്മൾ ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് നടുവട്ടത്തിലുള്ളത്. നടുവട്ടത്തിലെന്ന് പറഞ്ഞാൽ നടുവട്ടത്തിലുള്ള നമ്മുടെ ഷോപ്പിലുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൂറ്റനാടും ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കീമിൽ ചേരാനും അതുപോലെ തന്നെ വെഡ്ഡിങ്ങോ എൻഗേജ്മെൻറ്റ് എന്ത് പാർട്ടി ആണെങ്കിലും നിക്കാഹൊക്കെ ആണെങ്കിലും നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾ പറഞ്ഞ മോഡലിൽ നമ്മൾ റെഡിയാക്കി തരും. മാത്രമല്ല നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നേക്കാളും നല്ല ക്വാളിറ്റിയുള്ള അതുപോലെ തന്നെ നല്ല റേറ്റ് കുറഞ്ഞ് പണിക്കൂലിയൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി തരും. പ്രത്യേകിച്ച് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരുന്നെങ്കിൽ അങ്ങനെയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ കസ്റ്റമർ ഇവിടെ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കസ്റ്റമറെ ഫേസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സിനും അത് ഇഷ്ടപ്പെട്ടോളന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ ബാക്കും അവരുടെ കൈയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തതാണ്. എന്തായാലും ഇവരിവിടെ സെറ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മുകളിൽ പോയിട്ട് നമ്മുടെ രജിതനെ ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മളത് റെനീഷ് ചെയ്ത കസ്റ്റമർക്ക് കൊണ്ടുകൊടുക്കുക കേട്ടോ. നമുക്ക് ഇനി ഓഫീസിലോട്ട് പോയി നോക്കാം. ഓഫീസിലത് രണ്ടാൾ ഭയങ്കരമായിട്ടുള്ള പണിയിലാണ്. ഹലോ ഒരു ഹായ് പറയും. ഇന്ന് നമ്മുടെ ഷോപ്പ് മൊത്തത്തിൽ കാണിക്കുന്ന വീഡിയോ ആയിരുന്നു. ഇയാള് അവിടെ നിന്ന് വേഗം വന്നിട്ട് അയാളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെലികോളിംഗ് ആണ്. പിന്നെ നമ്മളെ താഴെ നിൽക്കും, നമ്മുടെ വീഡിയോയിൽ നിൽക്കും, ഓൾറൗണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ രജിത, നിങ്ങളെ സ്കീം എല്ലാ കാര്യങ്ങളും നോക്കുന്ന രജിത അല്ലേ? രജിത എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ഈദ് മുബാറക്ക് പറഞ്ഞാല് രണ്ടുപേരും. അങ്ങനല്ല, എല്ലാ കൂട്ടുകാർക്കും ഏഷ്യൻ ഗോൾഡിന്റെയും എന്റെ ഫാമിലി എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും എന്റെ പേരിലും ഏഷ്യൻ ഗോൾഡിന്റെ പേരിലും ഞാൻ ഈദ് മുബാറക്ക് അറിയിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ താഴെ. ഇനി നമ്മുടെ ബോസ് ഫ്രീ ആണോ നോക്കാം. അപ്പൊ താഴെ കസ്റ്റമേഴ്സിന്റെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ബോസ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ യുനെസ്കാനെ പരിചയപ്പെടാം കേട്ടോ. ഇതാണ് നമ്മുടെ ഏഷ്യൻ ഗോൾഡിന്റെ നമ്മുടെ ബോസ്. നമ്മുടെ സ്റ്റാഫുകളുടെ എപ്പോഴും ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ബോസാണ് കേട്ടോ. അപ്പൊ സാർ നമസ്കാരം. എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും അതുപോലെ ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെയും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മളെ സെലക്ഷനൊക്കെ? പൊളിയാണല്ലേ. എന്താ പേര്? ഷംലി. ഇയാള് താത്താടെ സേഫുനിസ്. എവിടെ സ്ഥലം? മാണൂർ അല്ലേ. താത്താടെ പേരെന്താ? വാവയുടെ പേരെന്താ? എസ്മി സോയ്. നല്ല പേര്. ഇയാളെ പേര്? ഷംസിയ. ഇത് കല്യാണ പെണ്ണ്. എന്താ പേര്? എവിടേക്കാ കല്യാണം? മധുരശ്ശേരി. വീഡിയോയിൽ വന്ന കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഒരു ഹായ് പറയോ? നമ്മുടെ ഏഷ്യൻ്റെ സ്ഥിരം കസ്റ്റമറാണോ? വന്നിട്ടുണ്ടോ മുന്നേ നമ്മുടെ ഷോപ്പിൽ? വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട്. എവിടെ സ്ഥലം എവിടെയാണ്? കാലടി അല്ലേ. നമ്മുടെ ചാനലൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടോ? നമുക്ക് യൂട്യൂബിൽ ചാനലുണ്ട് ഏഷ്യൻ ഗോൾഡിൻ്റെ. ഒന്ന് വാച്ച് ചെയ്യണം.
അത് വീഡിയോയിലൊന്നും കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളെവിടെ സ്ഥലം എവിടെയാണ്? പാവിട്ടപ്പുറം. വരാറുണ്ടോ ഏഷ്യനിൽ? ആദ്യമായിട്ടാണ് അല്ലേ? നമ്മൾ ചാനൽ വാച്ച് ചെയ്യാറുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? ഏഷ്യൻ ഗോൾഡിൻ്റെ ചാനലൊന്ന് വാച്ച് ചെയ്യണേ. എങ്ങനെയുണ്ട്? സെലക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഏഷ്യൻ ഗോൾഡിൻ്റെ വക ഈദ് മുബാറക്ക്. അവൾക്ക് നാണം, അവൾക്ക് ഭയങ്കര നാണം. ഉറക്കെ പറയോ? ഉറക്കെ പറയും. നോക്കട്ടെ എനിക്ക് എത്ര സൗണ്ട് ഉണ്ട് നോക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും ഉറക്കെ പറയും. അവർക്ക് നാണായിരിക്കും. നാണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ എടുത്തെടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈദ് മുബാറക്ക്. അപ്പോൾ